കേരളത്തിൻ്റെ കുടുംബശ്രീ യഥാർത്ഥത്തിൽ ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറഞ്ഞാൽ പോലും ലോകത്തിൻ്റെ ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന് പറയേണ്ടി വരും. കാരണം 46 ലക്ഷം സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള ഇത്രയും ബൃഹത്തായ ഒരു കൂട്ടായ്മ, ഒരു നെറ്റ്വർക്ക് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായും സ്വയം സഹായ സംഘങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതിൽ സ്ത്രീകൾ തന്നെയാണ് പ്രധാനമായിട്ടുമുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ബൃഹത് പ്രസ്ഥാനം കേരളത്തിൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ്. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. 1998 EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തന്നെ ചില സാംസ്കാരികമായ ചില രീതികൾ, ചില സമ്പ്രദായങ്ങൾ ആണ് കുടുംബശ്രീയുടെ അടിസ്ഥാനമായി പ്രവർത്തിച്ചത്. പണ്ട് മുതൽ തന്നെ പിടിയേരി, കുറിക്കല്യാണം, ഇങ്ങനെ പലതും നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ചെറിയ ചെറിയ സമ്പാദ്യങ്ങളിലൂടെ സാധാരണക്കാരുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനുള്ളത്. കുറിക്കല്യാണം മലബാറിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അവരൊരു ചായ സൽക്കാരം നടത്തും, അയൽക്കാരെല്ലാം വരുന്നു, അവരെല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന ചെറിയ തുക സംഭാവന ചെയ്യുന്നു. ഈ തുക കൂട്ടിവെച്ചിട്ട് അവർ വിവാഹമോ മറ്റെന്തെങ്കിലും വലിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ഇതുണ്ടായിരുന്ന നമ്മുടെ ഒരു സംസ്കാരത്തിൽ, നമ്മുടെ സമ്പ്രദായമായിരുന്നു ഇത്. അതുപോലെ തന്നെയായിരുന്നു പിടിയേരി. നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ചെയ്തിരുന്നൊരു കാര്യമാണ്. വീട്ടിലെ അരി ഇടുന്നതിന് മുമ്പ് ഒരു പിടി അരി മാറ്റി വെക്കുക. ആ പിടിയേരി എന്ന് മാത്രമല്ല, അയൽക്കാരെല്ലാവരും കൂടിയിരുന്ന് ഒരല്പം അരി കൊണ്ടുവരികയും അതെല്ലാം കൂടി ശേഖരിച്ച് ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിന് കൊടുക്കുകയും ചെയ്യുന്ന രീതികളും വളരെ പഴയ കാലമല്ലാതെ തന്നെ ഇതൊക്കെ നിലവിലുണ്ടായിരുന്നതാണ്. ഏതാണ്ട് അതേ രീതി, ആ ഒരു സാംസ്കാരികമായ ഒരു രീതിയുടെ പിൻപറ്റിയാണ് യഥാർത്ഥത്തിൽ കുടുംബശ്രീ ആരംഭിച്ചത് എന്ന് പറയാം. കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ ചില മലപ്പുറം മോഡൽ, ആലപ്പുഴ മോഡൽ എന്നൊക്കെ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഒരു ഗാന്ധിയനായിരുന്ന ഒരു പങ്കജാക്ഷക്കുറുപ്പ് ആലപ്പുഴയിൽ ഒരു അയൽക്കൂട്ടം തന്നെ, അയൽക്കൂട്ടം എന്ന പേര് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില സ്ത്രീകളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളുടെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു പരിപാടി CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന നിലയ്ക്ക്, അത് മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ പോലും അതൊക്കെ നിലവിലുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് 1996 നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന, അതിൽ തന്നെ എടുത്തു പറയത്തക്ക വിധത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ തന്നെ എടുത്തു പറയത്തക്ക ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നത്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൂടുതൽ കിട്ടുന്നു, സമ്പത്ത് കിട്ടുന്നു, അധികാരം താഴെ തട്ടിലേക്ക് കൊണ്ടുപോവുക. സഖാവ് EMS പോലെയുള്ളവർ അതിൻ്റെ ആശയത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ശക്തികളായിരുന്നു. ആ പീപ്പിൾസ് പ്ലാനിങ്ങിൻ്റെ, ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് കേവല ദാരിദ്ര്യം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുക എന്നൊരു ചിന്തയിലേക്ക് ചർച്ചകൾ ഉയർന്നു വന്നത്. നമുക്കറിയാം, ദാരിദ്ര്യം എന്ന് പറയുന്നത് കുടുംബശ്രീയുടെയും ഒരു അടിസ്ഥാന തത്വം അതാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ തിന്മയായിട്ടാണ്, ഒരു സാമൂഹ്യമായ പ്രശ്നമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല എന്നൊരു കാഴ്ചപ്പാടിൽ തന്നെ. അപ്പോൾ കേവല ദാരിദ്ര്യം എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക? നമുക്കറിയാം, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് നുള്ളിയെടുത്ത് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ കേവല ദാരിദ്ര്യത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിൽ തന്നെ, മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ദാരിദ്ര്യവും അസമത്വവും ഉണ്ടാകും എന്ന തിരിച്ചറിവുള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് കേവല ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ലഘൂകരിക്കാൻ കഴിയുക എന്ന ചിന്തയുണ്ടാകുന്നത്. അപ്പോൾ ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ആസൂത്രണത്തിന് ജനകീയമായൊരു മുഖം കൊണ്ടുവരികയും എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന രീതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ജനകീയ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനം.
അതിന് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എന്നൊന്നുമുള്ള വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളും ഉൾപ്പെടുന്ന ഒരു സംവിധാനം അന്ന് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എങ്ങനെയാണ് ഈ ദാരിദ്ര്യത്തിന് എന്ന പ്രശ്നത്തെ എങ്ങനെ നേരിടാൻ കഴിയും. അങ്ങനെ അന്ന് ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന നമ്മുടെ മുൻ ധനമന്ത്രിയായിരുന്ന ധനകാര്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് ഗ്രാമീണ വികസനത്തിനും ഗ്രാമീണ വികസനത്തിന് പ്രത്യേകിച്ചും വലിയ സംഭാവന നൽകിയിട്ടുള്ള SM വിജയാനന്ദ IAS, നബാർഡിൻ്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ പ്രകാശ് ബക്ഷി, ഈ 3 പേരും കൂടിയുള്ള ഒരു സമിതിക്ക് രൂപം കൊടുത്തു. അന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു തദ്ദേശഭരണ മന്ത്രി, EK നായനായിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ ആ സമിതിയാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലപ്പുറം, ആലപ്പുഴ മോഡലുകൾ, നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന പഴയ രീതികൾ എങ്ങനെയാണ് സമൂഹം കൂടിച്ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെയാണ് ദാരിദ്ര്യത്തെ നേരിടാൻ കഴിയുക എന്ന തരത്തിലുള്ള ആലോചനയുടെ ഭാഗമായി ഈ സമിതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരാശയത്തിന് രൂപം നൽകിയത്. അങ്ങനെയാണ് കുടുംബശ്രീ രൂപം കൊള്ളുന്നത് കേരളത്തിൽ.